Hi friends, welcome to Commerce Bytes. I hope you people are all doing well. ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് തുടങ്ങിയിട്ട് പാർട്ട് 15th ആണ്. ഓക്കെ, സോ അതിൻ്റെ ഒരു സക്സസ്ഫുൾ സെലിബ്രേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ബോണസായിട്ട് 4 questions അഡീഷണലി തരുവാണ്. ഓക്കെ, ടോട്ടൽ 11 questions we will be discussing in this single video. ആൻഡ് എനിക്ക് ഉറപ്പുണ്ട് ഒരു 3 to 4 questions ഇതിൽ നിന്ന് എന്തായാലും ഫോർ ഷുവർ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് എ 100% ഷുവർ questions. സോ പ്ലീസ് ഡോണ്ട് മിസ് ദിസ് വീഡിയോ. ഓക്കെ, സോ ഫർദർ ഡിലേ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ. Question number 1. Which one of the following is not a defensive mechanism? അതായത് ഓപ്ഷനിൽ നമുക്ക് 4 ഡിഫെൻസീവ് മെക്കാനിസം എന്ന് പറയപ്പെടുന്ന 4 ടേംസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഡിഫെൻസീവ് മെക്കാനിസം അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഡിഫെൻസീവ് മെക്കാനിസത്തിനെ പറ്റി ഞാൻ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡിഫെൻസീവ് മെക്കാനിസം എന്ന് പറയുന്ന ഹെഡിൽ തന്നെയാണ്. സോ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കണം, കാരണം ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അണ്ടർസ്റ്റുഡ്? ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്ക് ഈ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ ഞാനത് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ യു ഷുഡ് മസ്റ്റ് വാച്ച് ദാറ്റ് വീഡിയോ ഫ്രം ഡെയിലി ടോപ്പ് മിനി സീരീസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് അസോസിയേഷൻ, റിഗ്രഷൻ, കോമ്പൻസേഷൻ ആൻഡ് സബ്ലിമേഷൻ. ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, ദാറ്റ് ഈസ് അസോസിയേഷൻ. ബാക്കിയുള്ള റിഗ്രഷൻ, കോമ്പൻസേഷൻ ആൻഡ് സബ്ലിമേഷൻ ഈ 3 ഡിഫെൻസീവ് മെക്കാനിസമാണ്. നിങ്ങൾ ആ ഒരു ഡിഫെൻസീവ് മെക്കാനിസത്തിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അസോസിയേഷൻ അതൊരു ഡിഫെൻസീവ് മെക്കാനിസം അല്ല എന്നുള്ളത്. ഓക്കെ, സോ വിതൗട്ട് മച്ച് ഫർദർ ഡിലേ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 2. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 2 എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചാൻസസ് വളരെ അധികമുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അണ്ടർസ്റ്റുഡ്? സോ ഇവാൻ പാവ്ലോവിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിനെ നമ്മൾ എന്താ പറയുന്നത്? ക്ലാസിക്കൽ തിയറി അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്നാണ് ഇവാൻ പാവ്ലോവിനെ നമ്മൾ പറയുന്നത്. അതിൽ നമുക്കറിയാം റെസ്പോൺസ് ഉണ്ട്, ഓർഗാനിസം ഉണ്ട്, സ്റ്റിമുലസ് ഉണ്ട്. ആ ഒരു റിലേഷൻ വരുന്ന തിയറിയാണ് ഇവാൻ പാവ്ലോവ് തിയറി അല്ലേ? സോ ഈ ഇവാൻ പാവ്ലോവ് തിയറിയിൽ ആ ഒരു കണക്ഷൻ പോകുന്നത്, ആ ഒരു റൈറ്റപ്പ് എങ്ങനെയാണെന്നറിയോ? റെസ്പോൺസ്, ഓർഗാനിസം, സ്റ്റിമുലസ്, തിയറി ഓഫ് ലേണിംഗ് എന്നാണ് പറയുന്നത്. സോ ഇവാൻ പാവ്ലോവ് എന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ROS തിയറി ഓഫ് ലേണിംഗ് എന്നുള്ളത്. ഞാനിപ്പോൾ ഇത് മെൻഷൻ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് ആ പോയിൻറ്റ്സ് മെൻഷൻ ചെയ്തേക്കണം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ROS തിയറി ഓഫ് ലേണിംഗ് ആണ് ഇവാൻ പാവ്ലോവ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, BF സ്കിന്നറില്ലേ ഓപ്പറൻ്റ് കണ്ടീഷനിങ് തിയറി, അതിനെ എഴുതുന്നത് എങ്ങനെയാണ്? SOR. സ്റ്റിമുലസ് ആദ്യം വരും, ദെൻ ഓർഗാനിസം ആൻഡ് ലാസ്റ്റാണ് റെസ്പോൺസ് തിയറി വരുന്നത്. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം. ROS തിയറി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഇവാൻ പാവ്ലോവിൻ്റെയാണ്. SOR തിയറി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് BF സ്കിന്നറിൻ്റെയാണ്. ആൻഡ് ഇനി ഒരു പോയിൻ്റ് കൂടെ പറയാനുള്ളത്, നമ്മൾ ഹള്ളിനെ പറ്റി പഠിച്ചിട്ടില്ലേ? ഹൾ തിയറി, ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ട് ഹള്ളിൻ്റെ ഞാൻ പറഞ്ഞ ഡ്രൈവ് റിഡക്ഷൻ തിയറി. സോ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ലേണിംഗിൽ വരുന്നത് റെസ്പോൺസ്, സ്റ്റിമുലസ്. ക്വൈറ്റ് സിമ്പിൾ, അത്രേ ഉള്ളൂ. റെസ്പോൺസ്, സ്റ്റിമുലസ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇവാൻ പാവ്ലോവിൻ്റെ ആണെങ്കിൽ ROS, റെസ്പോൺസ്, ഓർഗാനിസം, സ്റ്റിമുലസ്. പക്ഷേ BF സ്കിന്നറിൻ്റെ ആണെങ്കിൽ സ്റ്റിമുലസ്, ഓർഗാനിസം, റെസ്പോൺസ്. ഞാൻ ഈ പറഞ്ഞ ഇവാൻ പാവ്ലോവിൻ്റെയും അതുപോലെ BF സ്കിന്നറിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കണ്ടോളൂ. ഇത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് ഉള്ള ഒരു പോർഷനാണ് ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. Okay, so moving to next question. The view that anything can be taught at any stage of development was expressed by. എന്ത് കാര്യവും നമുക്ക് ഏത് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിലും പഠിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ പൈഗറ്റ്, ഓപ്ഷൻ ബി ഒസബെൽ, ഓപ്ഷൻ സി ബ്രണർ, ഓപ്ഷൻ ഡി ഗഗ്നി. ഹിയർ ദ ആൻസർ വിൽ ബി ബ്രണർ. ഓക്കെ, ബ്രണർ ആണ് പറഞ്ഞത് എനിത്തിങ് ക്യാൻ ബി ടോട്ട് അറ്റ് എനി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. നമുക്ക് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഇതൊരു ഗോൾഡൻ സീരീസ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്?
So let's move to the next question. Give me a dozen of healthy children. I can make them doctors, judges, magistrates, beggars, and even thief. This comment was made by options are Watson, option B Hull, option C Young, and option D Guthrie. Here the answer will be option A JB വാട്സൺ. JB വാട്സൺ ആണ് ബിഹേവിയറിസം തിയറി മെൻഷൻ ചെയ്തിട്ടുള്ളത് അല്ലേ. സോ അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് കുറച്ച് ഹെൽത്തി ചിൽഡ്രനെ തരൂ, ഞാൻ നിങ്ങൾക്ക് ഡോക്ടേഴ്സ്, ജഡ്ജസ്, മജിസ്ട്രേറ്റ്, ബെഗേഴ്സ് ആൻഡ് ഈവൻ തീവ്സിന് വരെ തരാമെന്നുള്ളത്. ഓക്കെ, മസ്റ്റ് ഷ്യൂർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം നിങ്ങൾ അത്ര ഫോക്കസ് കൊടുത്ത് ഈ സീരീസ് കാണണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? So let's move to the next question. Things as they are and as they are likely to be encountered in life rather than words was a slogan of. So ഇവിടെ പറയുന്നത് things as they are, സാധനങ്ങൾ അതുപോലെ തന്നെ, ആൻഡ് ആസ് ദേ ലൈക്ലി ടു ബി എൻകൗണ്ടേർഡ് ഇൻ ലൈഫ് റാദർ ദാൻ വേർഡ്സ്, വേർഡ്സിന് അതീതമായി അത് തന്നെയാണ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് തിയറി, ആ ഒരു ടൈപ്പ് ഓഫ് ഫിലോസഫി എന്താണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഹിയർ ദ ഓപ്ഷൻസ് ആർ പ്രാഗ്മാറ്റിസ്റ്റ്, ഓപ്ഷൻ ബി റിയലിസ്റ്റ്, ഓപ്ഷൻ സി ഐഡിയലിസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി എക്സ്റ്റൻഷ്യലിസ്റ്റ്. ഹിയർ ദ ആൻസർ വിൽ ബി റിയലിസ്റ്റ്. നമ്മൾക്ക് അത് തന്നെ അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് റിയലിസ്റ്റ്. ഓക്കെ, റിയലായിട്ട് എന്താണോ നമുക്കുള്ളത് അങ്ങനെ തന്നെ മതി, അങ്ങനെ തന്നെ മതി എനിക്ക് എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് തിങ്കേഴ്സാണ് റിയലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ ക്വസ്റ്റ്യൻസ് റൈറ്റ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാവുന്ന ഏരിയാസാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ്, ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാലൻസ്ഡ് കരിക്കുലം ഇസ് ഓൾസോ നോൺ ആസ്. ബാലൻസ്ഡ് കരിക്കുലം എന്ന് പറയുന്നത് എന്താ? ഓൾമോസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന, അതായത് ലേണിംഗ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും അതുപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇപ്പോൾ സ്പോർട്സും അതുപോലെ കൾച്ചറൽ ആക്ടിവിറ്റീസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ബാലൻസ്ഡ് കരിക്കുലം എന്ന് പറയുന്നത്. സോ ബാലൻസ്ഡ് കരിക്കുലത്തിൻ്റെ മറ്റൊരു പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഇൻറ്റഗ്രേറ്റഡ് കരിക്കുലം, ഓപ്ഷൻ ബി എക്സ്പീരിയൻസ്ഡ് കരിക്കുലം, ഓപ്ഷൻ സി ആക്ടിവിറ്റി സെൻറ്റേർഡ് കരിക്കുലം ആൻഡ് ഓപ്ഷൻ ഡി കോർ കരിക്കുലം. ഹിയർ ദ ആൻസർ വിൽ ബി കോർ കരിക്കുലം. കോർ കരിക്കുലം എന്ന് പറയുന്നത് ദ ഹോൾ ടോട്ടൽ കരിക്കുലം എന്നാണ്. സോ ബാലൻസ്ഡ് കരിക്കുലത്തിൻ്റെ മറ്റൊരു പേരാണ് കോർ കരിക്കുലം. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All system of ideas are subject to verification by consequences. അതായത് കോൺസിക്വൻസസിനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കോൺസിക്വൻസസ് കൂടുതൽ ഏത് ടൈപ്പ് ഓഫ് ഫിലോസഫിയിലായിരിക്കും കൂടുതൽ വരുന്നത്? ഇറ്റ് ഈസ് ദ കോർ ഓഫ് ദ ഫിലോസഫി ഓഫ്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഐഡിയലിസം, ഓപ്ഷൻ ബി എക്സ്റ്റൻഷ്യലിസം, ഓപ്ഷൻ സി പ്രാഗ്മാറ്റിസം ആൻഡ് ഓപ്ഷൻ ഡി റിയലിസം. യെസ്, ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് റിയലിസം. അതായത് കോൺസിക്വൻസസ്, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു, അതിൻ്റെ കോൺസിക്വൻസസ് നമുക്ക് നേരിട്ട് കിട്ടുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫിലോസഫിയിൽ നിന്നാണ്? റിയലിസത്തിൽ നിന്ന്. ദാറ്റ്സ് ഇറ്റ്, ക്വൈറ്റ് സിമ്പിൾ റൈറ്റ്. നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും, പക്ഷേ കുറച്ച് ഒന്ന് കൺഫ്യൂഷൻ അടുപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which philosophy says don't care to know various theories about body and soul? Do good and be good. That will take you to whatever truth there is. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് വേറെ ഒന്നിനെക്കുറിച്ചുമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലത് ചെയ്യുക, അതുപോലെ നമ്മൾ നല്ല കുട്ടിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇത് ആരുടെ വേർഡ്സ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിച്ച് ഫിലോസഫി സേസ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. So options are option A Vedanta, option B Sankhya and option C Buddhism and option D all of the above. So what do you think, which will be the answer? Yes, the answer will be option C, that is Buddhism. നിങ്ങളോട് തന്നെ ഒന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അറിയോ എന്ന് ആലോചിക്കൂ. ക്വസ്റ്റ്യൻസിൽ
ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 20% അല്ലെങ്കിൽ ഒരു 30% ക്വസ്റ്റ്യൻസും ഈ ടൈപ്പായിരിക്കും വരുന്നത്. സോ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം, വെൽ പ്രിപ്പയർഡ് വിത്ത് അവർ നോളജ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത്ര ഇമ്പോർട്ടൻസിൽ തന്നെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് സീരീസ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അത്ര ഇമ്പോർട്ടൻസിൽ ഈ ഓരോ പോയിൻറ്റ്സും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഞാൻ പറയുന്ന ഓരോ പോയിൻറ്റും, ഇപ്പോൾ ലെക്ചറിലായിട്ട് പറയുന്ന ഓരോ പോയിൻറ്റും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക. ഓക്കെ? സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Pre-existent values are not accepted by. പ്രീ എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂസ് ഇല്ലേ, അത് ആക്സെപ്റ്റ് ചെയ്യാത്ത ഫിലോസഫീസ് ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഐഡിയലിസ്റ്റ് ആൻഡ് എക്സ്റ്റൻഷ്യലിസ്റ്റ്, ഓപ്ഷൻ ബി ഐഡിയലിസ്റ്റ് ആൻഡ് പ്രാഗ്മാറ്റിസ്റ്റ്, ഓപ്ഷൻ സി ഐഡിയലിസ്റ്റ് ആൻഡ് റിയലിസ്റ്റ്, ഓപ്ഷൻ ഡി പ്രാഗ്മാറ്റിസ്റ്റ് ആൻഡ് എക്സ്റ്റൻഷ്യലിസ്റ്റ്. Here the answer will be option D, that is pragmatist and extensionalist. കാരണം പ്രീ എക്സിസ്റ്റൻറ്റ് ചെയ്യുന്ന വാല്യൂസിന് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാത്തത് പ്രാഗ്മാറ്റിസ്റ്റും അതുപോലെ തന്നെ എക്സ്റ്റൻഷ്യലിസ്റ്റുമാണ്. ഓക്കെ? പ്രീ എക്സിസ്റ്റൻറ്റ് വാല്യൂസ് വിച്ച് ആർ നോട്ട് ആക്സെപ്റ്റഡ് ബൈ പ്രാഗ്മാറ്റിസ്റ്റ് ആൻഡ് എക്സ്റ്റൻഷ്യലിസ്റ്റ്. അണ്ടർസ്റ്റുഡ്? സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, moving to next question. Which philosophy believes in the duality of existence, prakriti and soul? പ്രകൃതി ആൻഡ് സോളിനെ പറ്റി കൂടുതൽ ബിലീവ് ചെയ്യുന്ന ഫിലോസഫി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ബുദ്ധിസം, ഓപ്ഷൻ ബി സംഖ്യ, ഓപ്ഷൻ സി വേദാന്ത ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കൂ. ദ ഡുവാലിറ്റി ഓഫ് എക്സിസ്റ്റൻസ്, പ്രകൃതി ആൻഡ് സോളിനെ ബിലീവ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫിലോസഫിയാണ്? യെസ്, ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് സംഖ്യ. ഓക്കെ? സോ ഐ ഹോപ്പ് നിങ്ങൾ ഇനി ചെയ്യേണ്ട എന്താ കാര്യം എന്നറിയോ? സംഖ്യ എന്ന് എഴുതിയിട്ടിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ ഒരു സ്ലാഷ് ഇട്ടിട്ട് എഴുതിക്കോളൂ പ്രകൃതി ആൻഡ് സോൾ ഡുവാലിറ്റി ഓഫ് എക്സിസ്റ്റൻസ് ബിലീവ്സ് എന്ന് ജസ്റ്റ് ഒന്നൊരു സെൻറ്റൻസ് പോലെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് നോട്ട്സ് റിവ്യൂ ചെയ്യുന്ന ടൈമിൽ ആ ഒരു പോയിൻ്റ് മാത്രം നോക്കിയാൽ മതിയോ? ഓക്കെ? ഞാൻ നിങ്ങളോട് പറയില്ല ഈച്ച് ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിടണം എന്ന്. നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നിന്ന് എന്താണോ നിങ്ങൾക്ക് കിട്ടിയ പോയിൻ്റ്, ചിലപ്പോൾ അതിലൊരു 3-4 പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് ലെക്ചർ നോട്ടിൽ എഴുതിയിട്ടാൽ മതി. നമ്മൾ എഴുതുന്ന കാര്യം 100 പ്രാവശ്യം വായിക്കുന്നതിന് തുല്യം അല്ലെങ്കിൽ 1000 പ്രാവശ്യം വായിക്കുന്നതിന് തുല്യം എന്നാണ് പറയാറ്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് മസ്റ്റായിട്ട് പറയുന്നത് ലെക്ചർ നോട്ട് എന്തായാലും പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. അണ്ടർസ്റ്റുഡ്? സോ ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഹിയർ ഈസ് യുവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Who said that material and spiritual knowledge is already present in man, covered by a curtain of ignorance? സോ എൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അതായത് ഒരു വ്യക്തി, ഓക്കെ, ഒരു മഹത്തായ ഒരു ഫേമസ് പേഴ്സണാലിറ്റി, ഈ ഓപ്ഷനിലുള്ള ഈ പേഴ്സണാലിറ്റീനെ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മാനിലേക്കാണെന്ന്, മാനിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന്. സോ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. അതായത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ നോളജ് ഇസ് ഓൾറെഡി പ്രസൻറ്റ് ഇൻ മാൻ. ഞാൻ മാനിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഫേമസ് ആയിട്ടൊരു പേഴ്സണാലിറ്റീനെ കുറിച്ച് ആരെക്കുറിച്ച് പറഞ്ഞതെന്ന് ഓർക്കണ്ടോ? യെസ്, ദാറ്റ് ഇസ് വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ അത് മെൻഷൻ ചെയ്തത്. അതിൽ ഞാൻ 2-3 പോയിൻറ്റ്സ് കൂടുതൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തൊട്ട് മുന്നത്തെ വീഡിയോ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. ഓക്കെ? So, material and spiritual knowledge is already present in man and covered by a curtain of ignorance എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് സ്വാമി വിവേകാനന്ദ ആണ്. ഓക്കെ? പ്ലേറ്റോ, മഹാത്മാഗാന്ധി, ടാഗോർ, ഈ 3 പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ളത് ഞാൻ 30 പ്രൊപ്പൗണ്ടേഴ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ മഹാത്മാഗാന്ധിയുടെയും അതുപോലെ തന്നെ ടാഗോറിൻ്റെയും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും കുറച്ച് പോയിൻറ്റ്സ് ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവർ മസ്റ്റായിട്ട് പോയി കാണണം. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ കുറേ അധികം സീരീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 95-96% ടോപ്പിക്സ് ഞാൻ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് ടു മൈ നോളജ്. ഓക്കെ?
So with this note, we are concluding. Let's see in the next video. Till then, work hard and study well. That's it for now. Thank you.